ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് മക്കളെ നമ്മളിന്ന് അടിപൊളി ഒരു വൈബായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ന്യൂ ഇയറിൻ്റെ മുന്നേ നമ്മുടെ കോഴിക്കോട് ബേപ്പൂരിൽ 2023 ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് നമ്മൾ മൂന്നാം ദിവസം പോയ വീഡിയോസാണ് ഇത് മുഴുവനായിട്ട് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, എല്ലാ ഭാഗങ്ങളും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം അത്രയും നല്ല അടിപൊളി വീഡിയോ ആണ്. കാരണം കൊറോണ കാലഘട്ടത്തിന് ശേഷം ഇപ്പോഴാണ് ബേപ്പൂർ ഫെസ്റ്റ് കുറേ കാലത്തിന് ശേഷം ഓപ്പൺ ആയത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണമേന്മ എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നു. കേരള ടൂറിസവും ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും കൂടി ചേർന്നൊരുക്കിയ വലിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ ആർമിയുണ്ട്, അതേപോലെ എല്ലാ വിഭാഗങ്ങളും കൂടി ചേർന്നിട്ടുള്ള വലിയൊരു ഫെസ്റ്റ് തന്നെയാണ് ബേപ്പൂരിൽ നടന്നത്. അപ്പോൾ ഈ കണ്ടില്ലേ, ചുമരിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ബഷീറും വാത്തുമ്മയുടെ ആടും ഒക്കെ ഉള്ള അതൊരു കാഴ്ച. ബേപ്പൂരിൻ്റെ സുൽത്താനാണല്ലോ ആര്, നമ്മുടെ ബഷീർ. അപ്പോൾ എന്തായാലും ബഷീർ ഭായിൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഇത് സംഭവം നടക്കുന്നത്. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിൻ്റെ നാട്ടിലും കൂടിയാണ് ഈ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നടന്നത്. അപ്പം എന്തായാലും അതിന് ജനകോടികൾ, നല്ല ജനലക്ഷങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ജനങ്ങളാണ് ഒഴുകിയെത്തിയത് കേട്ടോ. രാവിലെ മുതൽ രാത്രി 12 മണി വരെ ഇവിടെ ജനങ്ങളായിരുന്നു കേട്ടോ. എന്തായാലും കാണാൻ ഒരുപാട് പേരെയാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി 8:30ക്കാണ് ലൈറ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഡ്രോൺ ലൈറ്റ് ഷോ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോ നടത്തുന്നത്. 250ഓളം ഡ്രോണുകൾ ചേർന്നുള്ള ഒരു വലിയൊരു ലൈറ്റ് ഷോ ആണ് നടന്നത്. എൻ്റെ ഈ വീഡിയോയിൽ മുഴുവനെ ഒരാൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുഴുവനായിട്ട് ആ ഡ്രോൺ ഷോ കാണിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. എന്നാലേ ഇത്, കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നത് കേട്ടോ. ഇതിലെന്തായാലും കേരള ടൂറിസം വകുപ്പിനെ അത്രയധികം അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും പോകുന്നുണ്ട്, ആയിരങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്, ആയിരങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. തിരിച്ചു പോവാതിരിക്കുന്നൊരു നമ്മളെ പാട്ട് പാടിയത് ആരാന്നറിയില്ലേ, നമ്മളെ വൈറൽ ഗായികയാണ്. അതിനകത്തതിന് പാടിയത് കേട്ടോ. അടിപൊളിയായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു പാട്ട് പാടാൻ. അതിനിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് വിഭവങ്ങൾ, ജിലേബി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഫാൻസി ഐറ്റംസുകൾ വിൽക്കുന്ന കടകളുണ്ട്. ഒരുപാട് യുവാക്കളും യുവതികളും പ്രായമായവരും പ്രായമല്ലാത്തവരും ഒക്കെ അവിടെ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാത്രി 8 മണിക്ക് ശേഷമുള്ള ജനങ്ങളാണ്. ഏകദേശം 8:30 സമയത്താണ് ഇത്രയും ജനങ്ങൾ ഉള്ളത്. ഇതൊന്നൊന്നുമില്ല, ഇതിൻ്റെ അങ്ങേവർ ഒരുപാട് വീഡിയോ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ വരാനുണ്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മുഴുവനായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. അത്രയും ഞാൻ ബ്രീഫായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ അൺകട്ട് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അധികം വീഡിയോസ് അൺകട്ട് വീഡിയോ ആയിരിക്കും. കാരണം എല്ലാം റിയലായിട്ട് നമ്മുടെ എഡിറ്റിംഗ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 2023 കവാടത്തിലേക്ക് കയറുന്ന കാഴ്ചയായിട്ട് കാണുന്നത്. കണ്ടോക്കി കാരണം എന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് ദിവസം കൂടി തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. കാരണം ഒരു ഉത്സവ പ്രതീതി തന്നെ. അത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലും കൂടി ആകുമ്പോൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ. അതിന് വാട്ടർ ഫെസ്റ്റിൻ്റെ പകൽ കാണാനും കുറേ ഉണ്ടായിരുന്നു, ഏകദേശം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ രാത്രി ഒരു ഡ്രോൺ ഷോ കാണുക എന്നൊരു ഉദ്ദേശമായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. നഷ്ടമായാലും വലിയൊരു നഷ്ടം തന്നെയാണെന്ന് മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്ത് 8:30 സമയത്ത് ഓടിയെത്തിയത്. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഞാൻ കണ്ടത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, നല്ല ബ്ലോക്കായിരുന്നു. അത്രയും വാഹനങ്ങൾ 3-4 കിലോമീറ്റർ ദൂരെ നിർത്തിയിട്ടായിരുന്നു വണ്ടികളൊക്കെ വന്നത്. എന്തായാലും കച്ചവടക്കാരും ഒരുപാട് ആളുകൾ കിട്ടും. അതിപ്പോൾ ഏകദേശം ആളുകൾ ഒരു കായലിൻ്റെ തീരത്ത് കുറേ ആളുകളുണ്ട്, കുറച്ച് ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് വ്ളോഗ് ചെയ്യുന്നവരും ഇൻസ്റ്റാഗ്രാമുള്ളവരും ഫേസ്ബുക്കുള്ളവരൊക്കെ വീഡിയോ. എന്തായാലും ഒരുപാട് പേര് വെയിറ്റിംഗിലാണ് കേട്ടോ. ഡ്രോൺ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. കാരണം അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴുകിയൊക്കെ. അതൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഡ്രോൺ ഷോ. അത് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ പോകുന്നുണ്ട്, അതുപോലെ തിരിച്ചു വരുന്നുണ്ട്. ഇത്ര ആളുകൾ, അപ്പം അത് ഏകദേശം ആളുകൾ ഒരേ സമയത്ത് പോകുന്നു, അതേ സമയത്ത് ആളുകൾ തിരിച്ചു
സ്റ്റാറ്റസ് വരുന്നത്. അപ്പോൾ പോകാതെ അവിടെ തന്നെ ആളുകൾ നിൽക്കുകയാണെങ്കിൽ എത്രത്തോളം ജനങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു 1 ലക്ഷം 2 ലക്ഷത്തിലൊന്നും നിൽക്കില്ല. തീർച്ചയായിട്ടും ഇത് കാണാതെ ഒരു വാട്ടർ ഫെസ്റ്റ് കാണാൻ പോകുന്നത് ഒരു നഷ്ടം ആ ഒരു തന്നെയായിരുന്നു. സമയത്ത് മാത്രം ഒരു അത്രയും രാത്രി മാത്രം ഭംഗിയായിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ 2023 ഇന്റർനാഷണൽ പടക്കം വാട്ടർ പൊടിക്കുന്നുണ്ട് ഫെസ്റ്റ് കേട്ടോ. നല്ല ഔട്ടൊക്കെ പൊട്ടിച്ച് നല്ലൊരു അടിപൊളി പൂത്തിരി കത്തിക്കുന്നുണ്ട്. അത് നമ്മൾ രക്ഷയില്ല. പെട്ടെന്നാണ് കാരണം പൊട്ടുന്നത്. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ഒരു കാണുന്നത് കേട്ടോ. ഭംഗിയായിട്ടാണ് കാരണം ഓരോന്ന് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. നല്ല ചന്ദ്രക്കല പോലെ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. ചന്ദ്രനൊക്കെ തൊട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ഉദിച്ച് ലൈറ്റാന്ന് നിൽക്കുന്ന വിചാരിച്ചു. ചുവന്ന പിന്നെ കളറിൽ സൂം ഉദിച്ച് ചെയ്തപ്പോഴാണ് അത് നിൽക്കുന്ന ഒരു കാഴ്ച ചന്ദ്രനാണ്. കാണാൻ കഴിയും നല്ല കേട്ടോ. നല്ല വൈബായിരുന്നു എന്തായാലും. പിന്നെ കുറേ ഇപ്പോൾ അതിൻ്റെ മെയിൻ സ്ക്വയറിലാണ് കേട്ടോ, ബേപ്പൂർ സ്ക്വയറിൽ അതിൻ്റെ പുതുതായിട്ട് പണി കഴിപ്പിച്ച ആ ഒരു സ്ക്വയറാണ്. ഇപ്പോൾ ഒരുപാട് വർക്കൊക്കെ കഴിപ്പിച്ചു. ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള നിൽക്കാനും അവർക്ക് ഗെയിം കളിക്കാനും അവർക്ക് കാറ്റ് കൊണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയ രീതിയിൽ അടിയിലൊക്കെ കടപ്പൊക്കെ വിരിച്ച് ടൈലൊക്കെ വിരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. എന്തായാലും അതിനിടയിൽ കുറേ കച്ചവടക്കാരുണ്ട്, കുറേ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അതൊക്കെ വെയിറ്റിംഗ് കേട്ടോ. അതൊക്കെ ഈ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്താണല്ലോ ഡ്രോൺ ഷോ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിലാണ് എന്ന് മുഹമ്മദ് റിയാസ് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആ ഡ്രോൺ ഷോ കാണാൻ വേണ്ടി മാത്രമാണ് ആളുകൾ അത് ചാലുവായി അതേപോലെ തന്നെ പെട്ടെന്നാണ് വരുന്നത്. നമ്മളിവിടെ അറിയുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത്. എന്തായാലും ഡ്രോൺ ഷോ മുഴുവനായിട്ട് കാണും കേട്ടോ. അതിനിടയിൽ റിയാസിൻ്റെ വോയിസിൻ്റെ ടീമിൻ്റെ വോയിസിൻ്റെ അതൊക്കെ ക്ലിയറായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഫോണിൻ്റെ വോയിസ് നല്ല കൂട്ടി കൊടുത്തു. ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം 3ാം എഡിഷൻ ചരിത്ര വിജയമാക്കി മാറ്റിയ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുക. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഓരോ എഡിഷനും പുതുമയാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഇത്തവണ ഡൽഹി IIT വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സംരംഭവുമായി ചേർന്ന് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ ലൈവ് ഷോ അവതരിപ്പിക്കുകയാണ്. 250 ഡ്രോണുകൾ അണിനിരക്കുന്ന ഈ പ്രദർശനത്തിലൂടെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക തുടിപ്പുകളെ ഒരു പുതിയ സാങ്കേതിക സംവിധാനത്തിലൂടെ ആസ്വദിക്കും. പുതിയ പ്രതീക്ഷകളുടെയും പുതിയ സന്തോഷങ്ങളുടെയും മതസാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുവർഷം ആശംസിക്കുന്നു. നടക്കുന്ന ഇന്റർനാഷണൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ ഷോ വീക്ഷിക്കാനെത്തിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ.
ഇന്ത്യയിലെ തന്നെ പുരാതന തുറമുഖ നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ കോഴിക്കോട്. പ്രാചീന കാലഘട്ടം മുതലുള്ള വ്യാപാര തലസ്ഥാനം എന്ന നിലയിൽ കോഴിക്കോട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നു. അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികൾ വാണിജ്യാവശ്യങ്ങൾക്കായി കോഴിക്കോട് എത്തിയിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ചൈനീസ് സഞ്ചാരികൾ കോഴിക്കോട് വന്നെത്തിയതിന് തെളിവുകൾ ഏറെ. പിന്നീട് 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കാപ്പാട് കടൽത്തീരത്ത് കപ്പലിറങ്ങിക്കൂടി കോഴിക്കോടിനെ ലോക ചരിത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് ലക്ഷദ്വീപിലേക്ക് ദിവസേന 2 യാത്രാ കപ്പലുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. വടക്കൻ കേരളത്തിലേക്കുള്ള പ്രധാന ചരക്ക് ഗതാഗതവും ബേപ്പൂർ മാർഗമാണ് നടക്കുന്നത്. മലയാളിയുടെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ ഇറങ്ങുന്ന ബേപ്പൂർ കേരള ടൂറിസം വകുപ്പ് ഒരുക്കുന്ന ലിറ്റററി സർക്യൂട്ടിന്റെ ആരംഭ കേന്ദ്രം കൂടിയാണ്. സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്ത കോഴിക്കോട് നഗരത്തിന്റെ അഭിമാന ഗോപുരമാണ് ബേപ്പൂർ. രാജ്യത്തെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിലൊന്നാണ് ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം. ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് അതിന്റെ 3ാം എഡിഷനിലേക്ക് കടന്നിരിക്കുന്നു. രാജ്യത്തെ സാഹസിക ജലകായിക വിനോദങ്ങളുടെ പ്രധാന കേന്ദ്രമായി കോഴിക്കോടിനെ മാറ്റുന്നതിലേക്ക് നയിക്കുന്നതിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് നിർണായക സ്ഥാനമുണ്ട്. വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം സർവകാല റെക്കോർഡ് കൈവരിക്കുകയാണ്. ഈ വർഷം സെപ്റ്റംബർ മാസം വരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 1.59 കോടി ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തി. 4,47,320 വിദേശ സഞ്ചാരികൾ ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനം സന്ദർശിച്ചു. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ആസൂത്രണം ചെയ്ത പുത്തൻ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. ഈ മഹത്തായ ജലമേളയ്ക്ക് ആതിഥേയരാകുന്നതിലൂടെ കോഴിക്കോട് വിനോദസഞ്ചാരികൾക്കായി ജലകായികമേള, നാവിക പ്രദർശനങ്ങൾ, പാചകമേള, കലാസംഗീത സന്ധ്യകൾ തുടങ്ങിയ അനുഭവങ്ങൾ ഒരുക്കുന്നു. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് നമ്മുടെ നാടിന്റെ നാവിക ചരിത്രവും സാഹസികതയും ഒരുപോലെ പകർന്നു നൽകുന്ന അനുഭവമായി ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ കളക്ടർ കോഴിക്കോട്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ സീസൺ 3 എന്നെ അവസാനിപ്പിക്കുന്നു. ഈ പ്രാവശ്യം ലക്ഷക്കണക്കിന് ആളുകൾ ഈ വാട്ടർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു. ഇത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിന്റെ 3ാം സീസണാണ്. ഒരുപാട് ആക്ടിവിറ്റീസ്, വാട്ടർ ബേസ്ഡ് ആക്ടിവിറ്റീസ്, കൾച്ചർ പരിപാടി, ഫുഡ് ഫെസ്റ്റിവൽ
ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനും ജനങ്ങൾക്കും വോളണ്ടിയർമാർക്കും എല്ലാവർക്കും ഞാൻ വളരെ ഹൃദയപൂർവ്വമായി നമ്മുടെ കേരള സ്റ്റേറ്റ് മിനിസ്റ്റർ ഫോർ ടൂറിസം ആൻഡ് പീഡബ്ല്യു ബഹുമാനപ്പെട്ട CPO. അപ്പോൾ എന്തായാലും ഡ്രോൺ ഷോ, ഈ വർഷത്തെ ഡ്രോൺ ഷോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകാനുള്ള തിരക്കിലാണ്. ഇനി ആര്യാദയാലിൻ്റെ ലൈവ് ഷോ ഉണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട്, അടുത്തൊരു പാർട്ടായിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോ അടിപൊളിയാണ്. ഇതിൽ അടിപൊളിയാണ്. ജനലക്ഷങ്ങളാണ് ആര്യാദയാലിൻ്റെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് അവിടെ തടിച്ചു കൂടിയത്. അതിൻ്റെ വീഡിയോസ് ഉണ്ട്. ഏകദേശം അതിലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ബൈ. വീണ്ടും കാണാം.